ഹായ് ഫ്രണ്ട്സ്. ബംഗ്ലാദേശ് ഇന്ത്യക്ക് കൂടുതൽ തലവേദന ഉണ്ടാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ബംഗ്ലാദേശ് ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീന അവിടുന്ന് മാറിയതിനു ശേഷം മുഹമ്മദ് യൂനിസ് അവിടെ അധികാരമേറ്റതിന് ശേഷം കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് എടുക്കുന്നത്. ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള നിലപാടും യൂനിസ് ഗവൺമെന്റ് അല്ലെങ്കിൽ യൂനിസ് ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുമാത്രമല്ല, ചൈനയുമായിട്ട് വളരെയധികം കൂടുതൽ അടുത്ത് അടുത്തെന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനും അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ടും ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും ഇപ്പോൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബന്ധങ്ങൾ ഓപ്പണായിട്ട് ഇതുവരെ അവർ നമുക്ക് കാണാൻ സാധിക്കത്തില്ലെങ്കിൽ തന്നെയും പാകിസ്ഥാൻ ഈ അവസരം നന്നായി മുതലെടുക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ബംഗ്ലാദേശും ചൈനയും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻ നിലനിൽക്കുമ്പോഴും അല്ലെങ്കിൽ നിലനിൽക്കുന്ന ബന്ധം ഇപ്പം ഒരു പടി അല്ലെങ്കിൽ രണ്ട് പടി മുന്നോട്ട് പോകുവാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഇന്ത്യക്കെതിരെ നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളായതുകൊണ്ട് പാകിസ്ഥാൻ ആ ഒരു എന്താണ് പറയുന്നത് അവസരം മുതലെടുത്ത് ബംഗ്ലാദേശുമായിട്ട് കൂടുതൽ അടുക്കുവാനും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ പാകിസ്ഥാനെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ഇടം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ അത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ക്ലോസ് ആവുകയാണ് എന്നതിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുവാനും അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ചൈന ബംഗ്ലാദേശ് റിലേഷൻ ഇപ്പം ഷെയ്ഖ് ഹസീനയുടെ സമയത്തും ചൈനയും ബംഗ്ലാദേശും തമ്മിൽ നല്ല ബന്ധങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഷെയ്ഖ് ഹസീന അത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുവാൻ വേണ്ടി ഒരിക്കലും അവർ അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഒന്നും എടുത്തിട്ടില്ല. കാരണം അവർ ഇന്ത്യയുമായിട്ട് വളരെ സൗഹൃദപരമായിട്ടുള്ള കാരണം ബംഗ്ലാദേശിൽ അവരുടെ ഭരണ സമയത്ത് മാത്രമേ ഉള്ളൂ പ്രോ ഇന്ത്യ നിലപാടുകൾ എടുക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് വിരുദ്ധമല്ലാത്ത നിലപാടുകൾ ഉണ്ടാകാതെ അവരെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അവരുടെ ഭരണം പോയപ്പോൾ ഈ ജിഹാദി ഇസ്ലാമിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി മുഹമ്മദ് യൂനിസ് അവിടെ വരികയും ചൈനയുമായിട്ട് കൂടുതൽ അടു അടുക്കുകയെന്ന് മാത്രം ചൈനയായിട്ട് അടുക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചൈനയ്ക്ക് കൂടുതൽ സ്വാധീനം ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ സിൽഗുരി കൊറിഡോറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നെക്ക് എന്ന് വെച്ചാൽ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മെയിൻലാൻഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു ലാൻഡ് സ്ട്രിപ്പാണ് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ നെക്ക് എന്നാണ് സിൽഗുരി കൊറിഡോർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ബംഗ്ലാദേശിൻ്റെ ബോർഡർ ഉണ്ടല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ. അപ്പം അത് അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ. കാരണം ഇന്ത്യയോട് അവർക്ക് എന്തെങ്കിലും കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിനവർ ചൈനയെ കൂട്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ചൈനയെ കൂട്ടുപിടിച്ചിട്ട് തീർച്ചയായിട്ടും അതായത് ചൈന പാകിസ്ഥാനെ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അവർ ചൈനയെ കൂട്ടുപിടിക്കുകയല്ല ശരിക്കും പറഞ്ഞാൽ മറിച്ചാണ്. കാരണം ചൈന പാകിസ്ഥാനെ ഒരു പ്രോക്സിയായിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ വിടുപണി ചെയ്യാനായിട്ടുള്ള രാജ്യമായിട്ട് അങ്ങനെയാണ് മാറ്റിയെടുത്തത്. അതുപോലെ തന്നെ ചൈന ബംഗ്ലാദേശിനെ തീർച്ചയായിട്ടും ഒരു പ്രോക്സിയായിട്ട് ഉപയോഗിക്കാം. കാരണം ഇന്ത്യ എല്ലാ സൈഡിൽ നിന്നും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും എല്ലാം നമ്മളെ എൻസർക്കിൾ ചെയ്ത് നമ്മുടെ സെക്യൂരിറ്റിക്ക് ഭീഷണി ഉണ്ടാക്കുക, നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ചൈന അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കത് പറയാനുള്ള കാരണമാണത് പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്തുണ്ടായിരുന്ന ഒരു എയർബേസ് ഉണ്ടായിരുന്നു, ഈ ലാൽ മോൻഡർ ലാൽ മോൻഡർ ഹത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ എയർബേസ് ഏകദേശം ഇന്ത്യയുടെ ബോർഡറിലാണ്, ബംഗ്ലാദേശിലാണത്. അപ്പോൾ ചൈനയുടെ സഹായത്തോടു കൂടി അത് അവർ റിന്യൂ ചെയ്തിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ കാര്യം മാത്രം അതെന്താ വളരെ എന്താണ് നമുക്ക് പറയത്തക്ക ഇതിലുള്ളൊരു ഓപ്പറേഷൻ ഒന്നും ആ എയർബേസിലില്ല. കാരണം ബംഗ്ലാദേശിലായേണ്ടത് തീർച്ചയായിട്ടും അതിനെ ഒരു 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 ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഒരു എയർബേസ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ അത് ചൈനയുടെ സഹായത്തോടുകൂടി അവർക്ക് തീർച്ചയായിട്ടും റിന്യൂ ചെയ്തത് അല്ലെങ്കിൽ അതിനെ ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഒരു മോഡേൺ എയർബേസ് ആക്കി മാറ്റിയെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് എയർബേസ് ചൈനയുടെ സഹായത്തോടുകൂടി അവർ ഇപ്പം ഗദ്വാറിലെ പോർട്ട് പാകിസ്ഥാൻ എങ്ങനെയാണോ പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ചൈനയുടെ സഹായത്തോടുകൂടി അതിനെ കൂടുതൽ വിപുലീകരിച്ച് മോഡേണൈസ് ചെയ്ത്
ഒരു ആധുനിക ഒരു പോർട്ടാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ഇതിനെയും ഒരു ആധുനിക പിന്നെ എയർപോർട്ട് അല്ലെങ്കിൽ എയർബേസ് ആക്കി, എയർപോർട്ട് എന്നല്ല സോറി, എയർബേസ് ആക്കി, എയർബേസ് അവരുടെ ബംഗ്ലാദേശി എയർഫോഴ്സിന്റെ എയർബേസ് ആക്കി മാറ്റിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുണ്ട്. തീർച്ചയായിട്ടും ചൈനയ്ക്ക് അറിയാലോ, ഒരിക്കലും അവരത് നോ പറയത്തില്ല. അത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുന്ന ഒരു കാര്യമാണ്. ബംഗ്ലാദേശ് ഓൾറെഡി ടീസ്റ്റാർ റിവർ പ്രോജക്റ്റ് ഇന്ത്യയിൽ നിന്നും ചൈനയ്ക്ക് അത് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ചൈനയുടെ സഹായത്തോടുകൂടി ഈ ബ്രിട്ടീഷ് എയർബേസിനെ പുതുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ റിവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും ഇന്ത്യയുടെ ബോർഡറിലായതുകൊണ്ട് ഇന്ത്യക്ക് തീർച്ചയായിട്ടും വലിയ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് സെക്യൂരിറ്റി എക്സ്പേർട്സ് പറയുന്നത്. അല്ലെങ്കിൽ ജിയോ സ്ട്രാറ്റജിസ്റ്റും ബ്രഹ്മചല എന്ന് പറയുന്നൊരു നമ്മുടെ ജിയോ സ്ട്രാറ്റജിസ്റ്റ് മോദറും ഒക്കെ ആയിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു റിവലേഷനാണ് അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ട്വീറ്റിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ ബേസിൽ റിപ്പോർട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ബംഗ്ലാദേശിൻ്റെ ഇത്തരം ചൊറിയുന്ന സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഇന്ത്യയുടെ ബോർഡറിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വലിയ ദൂരമൊന്നുമില്ല അല്ലേ? 20 കിലോമീറ്റർ ഒട്ടും ദൂരമില്ല. അപ്പം അത് സിൽഗുരി കോറിഡോറിനടുത്താണ്. സിൽഗുരി കോറിഡോർ ഏകദേശം 22 കിലോമീറ്റർ പിന്നെ വീതിയുള്ള ഒരു ലാൻഡ് ബ്രിഡ്ജാണ്. അത് നമ്മുടെ നോർത്ത് ഈസ്റ്റിനെയും നമ്മുടെ മെയിൻലാൻഡ്, ഇന്ത്യൻ മെയിൻലാൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു ലാൻഡ് ബ്രിഡ്ജാണ് ചെയ്യുന്നത്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന പാലമല്ല, ശരിക്കും ഒരു ലാൻഡ് സ്ട്രിപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ചൈനയ്ക്കത് തീർച്ചയായിട്ടും ഒരു ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് മേലുള്ള എല്ലാ വിധത്തിലുള്ള ഓപ്പറേഷൻസ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം എയർബേസ് തീർച്ചയായിട്ടും ഒരു ഫുള്ളി ഓപ്പറേഷനുള്ള എയർബേസ് ഉണ്ടെങ്കിൽ അത് 20 കിലോമീറ്റർ മാത്രം നമ്മുടെ ബോർഡറിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രം ഉള്ളൊരു എയർബേസ്, ഫുള്ളി ഓപ്പറേഷണലായിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള എയർബേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എത്രത്തോളം നമ്മുടെ ശത്രുവിനെ നമുക്കെതിരെ ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളത് നമുക്ക് ഊഹിക്കാമെന്നുള്ളത്. അല്ലാതെ തന്നെ ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത സമയങ്ങളിൽ തന്നാലും നോർമൽ എന്ന് പറയുന്ന സമയത്തായാലും ശരി ചൈനയ്ക്ക് തീർച്ചയായിട്ടും സർവലൻസ്, റെക്കഗ്നൈസൻസ് ഇതെല്ലാം ഇന്ത്യക്ക് മേളിൽ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ മേളിൽ എല്ലാ തരത്തിലുള്ള ഇൻ്റലിജൻസ് സ്പൈ ഓപ്പറേഷൻസ് നടത്താൻ അവർക്ക് സാധിക്കും. ഇതിൽ ഇന്ത്യയുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ്, ട്രൂപ്പ് മൂവ്മെൻറ്റ്, അതുപോലെ നമ്മുടെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് അവർക്ക് ഈ പറഞ്ഞ സർവലൻസ് നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ സിൽഗുരി കോറിഡോറിനെ കുറിച്ച്, ചിക്കൻ നെക്ക് എന്ന് പറയുന്ന, അപ്പോൾ ഇതൊക്കെ വളരെ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം നമ്മുടെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊക്കെ അവയറാണ്. തീർച്ചയായിട്ടും ആയിരിക്കാമെന്നല്ല, അവയറായിരിക്കും. അവർ അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും അതിനുള്ള പ്രോജക്റ്റ് അല്ലെങ്കിൽ പദ്ധതികൾ അവരുടെ ഭാഗത്തുണ്ടായിരിക്കും. അപ്പോൾ ഈ മാർച്ചിലാണ് ഇതിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി ബംഗ്ലാദേശ് ആലോചിക്കുകയും അല്ലെങ്കിൽ മുന്നോട്ട് വരികയൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് മുതലേ ഇന്ത്യയുടെ സെക്യൂരിറ്റി ഏജൻസീസ് ഇതിനെ വളരെ സൂക്ഷ്മമായിട്ട് പരീക്ഷിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 1931 ബ്രിട്ടീഷ് എംപയർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് അവരിവിടെ ഉണ്ടായിരുന്നല്ലേ, 1931 ഈ ബേസ് നിർമ്മിച്ചത്. കാരണം അന്നത്തെ സമയത്ത് ആവശ്യമായിരുന്ന അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമായിരുന്ന ഒരു എയർ ബേസ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും അത് നിലനിൽക്കുന്നത്. അപ്പോൾ അത് ബർമ യുദ്ധത്തിലൊക്കെ വളരെ വ്യാപകമായിട്ട് ബർമ ക്യാമ്പയിനിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ് പറയുന്നത് എയർ ബേസ് ആണ് പറഞ്ഞത്. 47 ശേഷം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നഷ്ടപ്പെട്ടു. ഇപ്പം ബംഗ്ലാദേശിൻ്റെ ഇൻഡിപെൻഡൻസിന് ശേഷം പൂർണ്ണമായിട്ടത് ഒരു ഇനാക്റ്റീവാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശ് അത് പൊടി തട്ടി എടുക്കുക എന്ന് പറയുമ്പോൾ ചൈനയുടെ തീർച്ചയായിട്ടും ഈ എന്താണ് പറയുന്നത് ചൈന പറഞ്ഞിട്ട് തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ ഷെയ്ഖ് ഹസീന ഉണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും അത് അവർ വലിയ പരിഗണന കൊടുത്ത് കാണത്തില്ല. കാരണം അത് ഇന്ത്യക്കെതിരെ ചൈന ഉപയോഗിക്കുന്നുള്ളത് തീർച്ചയായിട്ടും അവർക്കറിയാമായിരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള വ്യക്തി തീർച്ചയായിട്ടും ഇന്ത്യ വിരുദ്ധനായതുകൊണ്ട്, ചൈനയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരനായതുകൊണ്ടും തീർച്ചയായിട്ടും ചൈനത്തിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് ആ എയർബേസ് അവർ, കാരണം ഇപ്പം നമുക്ക് ഡയറക്റ്റഡൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഇൻഡയറക്റ്റ് ചാനലുകളൊക്കെ നമുക്ക് ബംഗ്ലാദേശിനെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ, കാരണം പാകിസ്ഥാൻ ഇപ്പം നമ്മളൊരു സമ്മാനം കൊടുത്തതല്ലോ, അപ്പോൾ അതിലൊരു സമ്മാനം ബംഗ്ലാദേശിനും
അവർ ചോദിച്ചു വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നൽകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ബംഗ്ലാദേശ് ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പാകിസ്ഥാന് കിട്ടിയ ഒരു സമ്മാനം അവർ മേടിച്ചു കൂട്ടാനുള്ള എല്ലാ എന്താണ് പറയുന്നത് സാഹചര്യങ്ങൾ അവർ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അവരുടെ മുഹമ്മദ് യൂനസ് അല്ലെങ്കിൽ യൂനസ് മുഹമ്മദിന്റെ പ്രവൃത്തികളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇന്ത്യയുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണത്. കാരണം നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയെ വളരെയധികം ക്രിട്ടിക്കലായിട്ട്, വളരെ ക്രൂഷ്യലായിട്ടും ക്രിട്ടിക്കലായിട്ടും ബാധിക്കുന്ന ഒരു വിഷയമാണത്. അപ്പം ഇപ്പോൾ അത് ബംഗ്ലാദേശിന്റെ എയർഫോഴ്സ് അത് ഒരു മെയിൻ്റനൻസ് യൂണിറ്റ് ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്. ഒരു ഫൈറ്റർ അല്ലെങ്കിൽ എന്താ ഒരു മോഡേൺ എയർബേസ് അല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യൻ സെക്യൂരിറ്റി ഏജൻസീസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസ് നമ്മുടെ ആംഡ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഇൻ്റലിജൻസ് ഏജൻസീസ് അല്ലാതെ പിന്നെ അസസ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞത്. ഇതൊരു ട്രെയിനിങ് മിഷൻസിന് വേണ്ടി അല്ലെങ്കിൽ വെറും ഒരു ട്രെയിനിങ് ബേസ് ആയിട്ടോ അല്ലെങ്കിൽ ട്രെയിനിങ് ക്യാമ്പായിട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചർ എയർക്രാഫ്റ്റ് ഡിപ്ലോയ്മെന്റിന് വേണ്ടി അത് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള അസസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളുടെ നിരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതിന് വേണ്ട നടപടിക്രമങ്ങൾ നമ്മൾ എടുക്കുകയും ചെയ്യാൻ അതിൽ സംശയങ്ങളൊന്നുമില്ല. ബംഗ്ലാദേശ് ഇങ്ങനൊരു പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൈനയ്ക്കും പാകിസ്ഥാനും ഒക്കെ ഈ ബേസ് ഇന്ത്യയെ എന്താണ് പറയുന്നത് ഒരു ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തുവാൻ തീർച്ചയായിട്ടും ഈ രണ്ട് രാജ്യങ്ങൾക്കും കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം ബംഗ്ലാദേശിന്റെ ഒരു സ്വതന്ത്ര രാജ്യമായതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അവരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇന്ത്യയുടെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇന്ത്യക്കും തീർച്ചയായിട്ടും അതിനെ ഡിഫെൻഡ് ചെയ്യാനും തടുക്കുവാനുള്ള പ്രതിരോധിക്കാനുള്ള അവകാശം ഉണ്ടെന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ഒരു മിലിറ്ററി ക്യാമ്പയിനിൽ കൂടെ നമ്മൾ തെളിയിച്ചു കൊടുത്താണ്. അല്ലെങ്കിൽ നമ്മളതിനെ ലോകത്തിന്റെ മുമ്പിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ബംഗ്ലാദേശ് ഒന്ന് മനസ്സ് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം പാകിസ്ഥാന്റെ അവസ്ഥ നമ്മൾ കണ്ടാണ്. ചൈനയിൽ നിന്നുള്ള ആയുധങ്ങളെല്ലാം മേടിച്ചിട്ട് പാകിസ്ഥാൻ നേരിട്ട പ്രശ്നങ്ങൾ ഇല്ലേ. അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശും, അതേ അവസ്ഥ തന്നെയാണ് ബംഗ്ലാദേശ് എന്നാണ്. കാരണം ബംഗ്ലാദേശ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്നത് ചൈനയിൽ നിന്നാണ്. യൂനസ് വന്നതിന് ശേഷം, മുഹമ്മദ് യൂനസ് വന്നതിന് ശേഷം ചൈനയും ബംഗ്ലാദേശും തമ്മിലുള്ള മിലിറ്ററി ടൈസ് അല്ലെങ്കിൽ അവരുടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മിലിറ്ററി കോപ്പറേഷനൊക്കെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ചൈനയാണ് ബംഗ്ലാദേശിന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുന്നത്. ഫൈറ്റർ ജെറ്റ്സ്, ആർട്ടിലറി, മിസൈൽ സിസ്റ്റം, നേവൽ വെസൽസ്. ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞാണ്. കാരണം ചൈന പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും നേവൽ ഫോഴ്സിനെ എല്ലാം മോഡേണൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ്. ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ചൈനയ്ക്ക് ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യയുടെ അപ്രമാദിത്യം അല്ലെങ്കിൽ ഡോമിനൻസിനെ തടയിടുക എന്നുള്ള ലക്ഷ്യത്തോട് ആണ് ഇത് ചെയ്യുന്നത്. കാരണം ഈ രണ്ട് രാജ്യങ്ങളും ചൈനയുടെ പ്രോക്സി ആണ്. പൂർണ്ണമായിട്ടും പ്രോക്സിയായി മാറിക്കഴിഞ്ഞാൽ, കാരണം അവർക്കിനകത്ത് നിന്ന് ഊരിപ്പോകാൻ പാകിസ്ഥാന് ഒട്ടുമേ വരത്തില്ല. ബംഗ്ലാദേശ് ഏകദേശം ആ ഒരു പ്രോസസ്സിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ ഈ മുഹമ്മദ് യൂനിസിനെ തട്ടി മാറ്റി ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അവിടെ വന്നു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റുകളെല്ലാം പാളുമെന്നുള്ള സംശയമൊന്നുമില്ല. ഇന്ത്യ അത് സമയോചിതമായിട്ട് അതിനകത്തിൽ ഇടപെട്ട് അത് ബംഗ്ലാദേശിന് വേണ്ട മിഠായി നൽകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ വ്യത്യസ്തമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്, റോഡ്സ്, റെയിൽവേസ്, ബ്രിഡ്ജസ്, എയർപോർട്ട്, ഇതൊക്കെ പണിയുന്നതിൽ ചൈന വളരെയധികം വ്യാപൃതരാണ് എന്നുള്ള കാര്യത്തിലും നമുക്ക് റിപ്പോർട്ടുകൾ ഉണ്ട്. അവർ തമ്മിൽ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് നടത്തുന്നുണ്ട്, ഡ്രിൽസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചൈന എത്രത്തോളം അതിനകത്തിലേക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് കടന്നു കയറി അവരുടെ ഡോമിനൻസ് ഉറപ്പിക്കാമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മേഖലകളിലും, എല്ലാ രീതികളിലും. അപ്പൊ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്നൊരു ഇന്റലിജൻസ് ഹബ്ബായിട്ട് ഈ എയർബേസിനെ റിവൈവ് ചെയ്ത് മോഡേണൈസ് കഴിഞ്ഞാൽ ചൈനയ്ക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ത്യയുടെ സെക്യൂരിറ്റി എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് സമയത്ത് ചൈന ഇന്ത്യക്കെതിരെ ഒരു ഡയറക്റ്റായിട്ട് ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെയും, കാരണം അവരുടെ ഇന്റലിജൻസ് അതായത് അവരുടെ വ്യക്തികളെ, അതായത് പട്ടാളക്കാരുടെ മൂവ്മെന്റിനും ലോജിസ്റ്റിക്സിനും എക്യുപ്മെന്റ്, അതുപോലെ തന്നെ ഇന്റലിജൻസ് അസറ്റ്, ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർക്ക് ഇതിനെ
ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സാധിക്കും. മൂവ്മെന്റ് പേഴ്സണൽ അല്ലെങ്കിൽ മൂവ്മെന്റ് പേഴ്സണൽ അവരുടെ ആർമി പീപ്പിൾ അല്ലെങ്കിൽ അവരുടെ സോൾജേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ മൂവ്മെന്റിന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി എക്യുപ്മെന്റ്സിന്റെ മൂവ്മെന്റ് അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്റലിജൻസ് അസറ്റായിട്ട് ലോജിസ്റ്റിക്കൽ ഹബ്ബായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നേരിട്ട് ഒരു ഫൈറ്റർ ബേസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റ് രീതികളിൽ അവർക്കത് ഇന്ത്യക്കെതിരെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം മുഹമ്മദ് യൂനൂസ് വന്നതിന് ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായിട്ടുണ്ട്. അത് ഇന്ത്യയുടെ വിഷയമല്ല, ശരിക്കും പറഞ്ഞാൽ അവരുടെ വിഷയം തന്നെയാണ്. ഇന്ത്യക്കെതിരെ വളരെ എന്താണ് പറയുന്നത്, ഹാർഷായിട്ടുള്ള ഹാർഡ് ലൈൻ പോളിസിയാണ് മുഹമ്മദ് യൂനൂസ് വന്നതിന് ശേഷം പിന്തുടരുന്നത്. പക്ഷേ പാകിസ്ഥാനും ചൈനയുമായിട്ട് അവർ കൂടുതൽ ബന്ധങ്ങൾ ശക്തമാക്കുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പാകിസ്ഥാന്റെയും ചൈനയുടെയും ശത്രുവാണല്ലോ ഇന്ത്യ എന്നാണല്ലോ വെപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് രാജ്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പടപൊരുതുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. ഇപ്പോൾ ഇന്ത്യ നേരിടുന്നത് 3 പ്രധാനപ്പെട്ട ഭീഷണികളാണ്. ഒന്ന് ചൈന, പാകിസ്ഥാൻ, ഒന്ന് ബംഗ്ലാദേശും. അപ്പം യൂനസ് ചൈനയിൽ പോയപ്പോൾ ചില പ്രകോപനപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, പ്രസ്ഥാനങ്ങളൊക്കെ ഇറക്കിയിരുന്നുണ്ട് നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെ കുറിച്ചൊക്കെ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് കൃത്യമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസും അല്ലെങ്കിൽ ഇന്റലിജൻസ് മെഷീനറിയൊക്കെ അത് കൃത്യമായിട്ട് അതിനെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വേണ്ട സമയത്ത് സമയോചിതമായിട്ടുള്ള ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്ത്യയുടെ സെക്യൂരിറ്റിയുടെ വിഷയമാണ്. ഇന്ത്യക്ക് ഒരിക്കലും കൈയും കെട്ടി നോക്കിക്കാൻ സാധിക്കത്തില്ല. മുഹമ്മദ് യൂനൂസ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കേട്ടോ. കാരണം ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായതുകൊണ്ട് അവരുടെ തീരുമാനങ്ങളെയും അല്ലെങ്കിൽ നിലപാടുകളെയും നമുക്ക് നേരിട്ട് അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് സമയം വരുമ്പോൾ നമുക്ക് കാണാം ഏത് തരത്തിലുള്ള പോളിസി ആയിരിക്കും ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ കൈക്കൊള്ളുന്നത്. ഇപ്പം തന്നെ നമ്മൾ പല രീതിയിലുള്ള ഇക്കണോമിക്കായിട്ടും സാമ്പത്തിക മേഖലയെ സംബന്ധിക്കുന്ന പല ബംഗ്ലാദേശിന് ക്ഷീണം ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ പ്രാഥമികമായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ മാത്രമാണ്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഇതുപോലെ ചൈനയുടെ ഇന്ത്യയോട് വളരെ ഇന്ത്യയുടെ സമീപ സ്ഥലങ്ങളിലും പ്രദേശങ്ങളിലും ഒക്കെ ചൈനയുടെ പ്രസൻസ്, അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പ്രസൻസ് ഒക്കെ തന്നെ ഇന്ത്യക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പം ഈ പറഞ്ഞ ഒരു എയർബേസ് കൂടെ ചൈനയുടെ ഒരു സ്വാധീനത്തിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പം അതിനെതിരെ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ളൊരു നടപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്, നടപടി എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിൽ ബോംബിട്ടതുപോലെ ബംഗ്ലാദേശിൽ ബോംബിടുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. മറ്റ് മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇന്ത്യക്ക് അറിയാം, ഇന്ത്യക്ക് കഴിയും, ഇന്ത്യ അത് തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ ഇതിനെ നമുക്ക് വെച്ചുറപ്പിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യങ്ങളുണ്ട്. കാരണം പാകിസ്ഥാനെതിരെ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇത് പണ്ടേ ചെയ്തിരുന്നെങ്കിൽ, പണ്ടെന്ന് പറഞ്ഞാലും ഓക്കെ എല്ലാത്തിനും അതിൻ്റെയുള്ള സമയമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഇത്രയും നാളും നമ്മൾ സമാധാനപ്രിയരായിട്ട് അല്ലെങ്കിൽ ഗാന്ധിയൻ മാർഗത്തിൽ കൂടെ മുമ്പോട്ട് പോയത് കൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയും എന്താണ് പറയുന്നത്, വളരെ ബോൾഡായിട്ട് വീണ്ടും 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 നമുക്കെതിരെ ഇതുപോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് പോയെന്നാണ്. ഒരുപക്ഷെ ഒരു നേരത്തെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 1 മാസം മുമ്പേ ആയിരുന്നെങ്കിൽ അത് നല്ലത്, 6 മാസം മുമ്പേ ആയിരുന്നെങ്കിൽ അതിലും നല്ലത്, 1 വർഷം മുമ്പേ ആയിരുന്നെങ്കിൽ അതിലും നല്ലത് എന്ന് നമ്മൾ പറയുന്നത്. നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞത്. നമ്മുടെ കയ്യും കെട്ടി വെയിറ്റ് ആൻഡ് സീ പോളിസിയിൽ കൂടെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വളരെയധികം നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഇപ്പോൾ ബംഗ്ലാദേശിന് നമുക്ക് തീർച്ചയായിട്ടും ഒരു പാകിസ്ഥാന് തൽക്കാലം ഒരു ലെസൺ ഒരു മിഠായി കൊടുത്ത പോലെ ബംഗ്ലാദേശിന് ഒരു മിഠായിയുടെ വളരെയധികം ആവശ്യമുണ്ട് എന്നുള്ളത് അവർ തന്നെ വിളിച്ചറിയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് മുഹമ്മദ് യൂനസിന്റെ അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് വളരെ ക്രിയാത്മകമായിട്ട്, ക്രിയേറ്റീവായിട്ട്, അല്ലെങ്കിൽ വളരെ പ്രൊവാക്റ്റീവായിട്ട് തന്നെ ഇതിനെ റെസ്പോൺസ്
ഉണ്ടാകും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെൻറ്റിനെ കൈ കെട്ടി നോക്കിയിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയുടെ സെക്യൂരിറ്റിയെ വളരെയധികം ബാധിക്കുന്നൊരു വിഷയമാണ്. വളരെയധികം 100% ഇന്ത്യൻ സെക്യൂരിറ്റിയെ ബാധിക്കുന്നൊരു വിഷയമാണ്. കാരണം പ്രത്യേകിച്ച് ചൈനയ്ക്ക് അവിടെയൊക്കെ വളരെ ഡോമിനൻസ് കിട്ടുകയാണെങ്കിൽ പിന്നെ ഇന്ത്യ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇന്ത്യ സലാം പറയുക എന്നല്ല, വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് വളരെ പ്രൊവാക്റ്റീവായിട്ടുള്ള സ്റ്റാൻഡ് ഇതിനെതിരെ എടുക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഈ ടോപ്പിക്ക് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.